ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ കർക്കിടകം ഒന്നായിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. കാരണം രാവിലെ ആകുമ്പോൾ തിരക്കൊക്കെ കോളേജിലൊക്കെ പോകണം. പിന്നെ വൈകിട്ട് വരുമ്പോഴാണെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഭയങ്കര തണുപ്പാണ്. ഈ പെട്ടെന്നുള്ള മഴയായതുകൊണ്ട് രാത്രിയിലൊക്കെ ഇങ്ങനെ കിടുകിടാ വിറയ്ക്കും. ഇപ്പം ഞാൻ രാവിലെ എത്തി കുളിച്ചപ്പോൾ ഭയങ്കര വിറയാണ്. അപ്പോൾ അച്ഛൻ പണ്ട് എനിക്കൊരു ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തണുപ്പറിയാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് സോപ്പ് മണത്താൽ മതി. അച്ഛൻ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞാലും ഞാനിപ്പോഴും ആ ട്രിക്കൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ കുളിച്ചൊരുങ്ങി ഇത് ഈ കുപ്പിവെള്ളമൊക്കെ ഇട്ട് ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴത്തേനൊരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മളിതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശിവക്ഷേത്രം. ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അമ്പലത്തിലും പിന്നെ പനവറ്റ അമ്പലത്തിലും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ, അല്ല തൊഴുതിട്ട് വരാം. മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ഇത് ഇപ്പം നല്ല രീതിയിൽ വെള്ളം നല്ല ബ്ലൂ കളറായി കിടക്കുവാണ് ഗൈസ്. നല്ല മീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ചന്ദനം ഇച്ചിരി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു കുളമുണ്ട്. അങ്ങനെ നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ഇത് ഇപ്പോൾ പനവറ്റ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലം ഈ കഴിഞ്ഞിടയ്ക്കൊന്ന് പുതുക്കി പണിതായിരുന്നു കേട്ടോ. അപ്പോൾ പുതുക്കി പണിത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അമ്പലത്തിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അമ്പലത്തിൽ കയറി തൊഴട്ടെ. അതാണ് അമ്പലത്തിൻ്റെ സ്റ്റേജ് തന്നെ. അപ്പം ഞാൻ ഡാൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തവണ ഇവിടെ വന്ന് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ട് കുറേ കാണുന്ന ബിൽഡിംഗ് എനിക്ക് തോന്നുന്നു അവിടെ ഈ ചെണ്ടകൊട്ടൊക്കെ പഠിപ്പിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ച് ചന്ദനം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ എന്നും ഇങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ചന്ദനം തൊട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴത്തേനും കുറച്ച് എക്സ്ട്രാ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അർദ്ധനാരീശ്വരി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം കിട്ടുവാണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു അമ്പലം കൂടെ ഉണ്ട്, മഹാകാളിപാറ. അവിടെയും കൂടെ പോകണം. അപ്പോൾ അറിയത്തില്ല സമയം കിട്ടുമെന്ന് നോക്കട്ടെ. ഇപ്പോൾ തന്നെ സമയം 9:30 എങ്ങാണ്ടായി. അപ്പോൾ 10 മണിയാകുമ്പോൾ അവിടുത്തെ അമ്പലം അടയ്ക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ പോവുകയാണെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഇത് ചന്ദനമൊക്കെ തൊട്ട് വെച്ചേക്കുന്ന ഇങ്ങനെ ഇനിയിപ്പോൾ മറ്റേ മഹാകാളിപാറ പോകുന്നുണ്ടെങ്കിൽ ചന്ദനം തൊടാൻ നെറ്റിയിൽ ഇടയില്ല. ഇയാണെങ്കിൽ എല്ലാ ചന്ദനം ഇങ്ങനെ തൊടണം, എന്നാൽ മാത്രമേ ഒരു സമാധാനമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അവിടെ പോകുന്നുണ്ടെങ്കിൽ കാണിക്കാവേ. നമ്മൾ പനമറ്റമ്പലത്തിൽ തൊഴുതിട്ട് മഹാകാളിപാറയിലോട്ട് വന്നിട്ട് അത് വരുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ എൻ്റെ വ്ലോഗിൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് നല്ല വെയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണം. അപ്പോൾ ഇത് ഭയങ്കര ഒരു പ്രകൃതി രമണീയമായ അമ്പലമാണ്. നമ്മുടെ അമ്പലം നമ്മളെപ്പോഴും വരുന്നതാണ്. അപ്പോൾ ഞാൻ പോയി തൊഴുതിട്ട് വരാം.
ഞാൻ എൻ്റെ ഏതൊക്കെ വ്ലോഗ് എടുത്തിട്ടുണ്ടോ ആ വ്ലോഗിൻ്റെ അകത്തെല്ലാം പറയുന്ന വലിയൊരു മരം നിൽപ്പുണ്ടായിരുന്നു, ഒരില പോലും ഇല്ലാതെ പടർന്ന് പന്തലിച്ച് അടിപൊളിയായിരുന്നു. ഇലയില്ല കേട്ടോ, അതിവർ വെട്ടി കഴിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ അതിൻ്റെ ശിഖരം വെട്ടുമായിരുന്നു. പക്ഷേ ആ മരം മുറിച്ചിട്ട് ഇത് ഇവിടെ ഇപ്പം ഒരു വീടല്ലല്ലോ, എന്തുവാ കൗണ്ടർ പണിയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷെ അതായിരുന്നു അതിൻ്റെ ബ്യൂട്ടി. അത് പോയി. ഇതിൻ്റെ തൊട്ട് പുറകെ പാറമടയുണ്ട്. അവിടെ ഞാൻ ഒരു ദിവസം പോയിട്ട് കഴിഞ്ഞ തവണ നമ്മൾ അമ്പലത്തിൽ പോയി വ്ലോഗ് ഇട്ടപ്പം അതിൻ്റെ അകത്ത് ആ പാറമടയിൽ പോകുന്നത് ഞാൻ ഇട്ടത്. പാറമടയല്ല, പാറ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ 2 അമ്പലമായിട്ടാണ്, ഒരു അമ്പലം അവിടെയും ഒരമ്പലം മണ്ടയിലും. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ അയ്യപ്പൻ്റെയും ദേവിയുടെയും ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ തൊഴുത് ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകണം. കണ്ടോ ഗൈസ്, പാട്ടൊക്കെ ഇട്ടപ്പോൾ ഒരു വൈബ് വന്നിട്ടുണ്ട്. ദേ അച്ഛൻ പോകുന്നു, അത് കണ്ടു. അത് ഫോക്കസ് ആകുന്നതിന് മുമ്പ് അത് പോയി. അച്ഛൻ ഇങ്ങനെയാണ്, നമ്മുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകും, എന്നിട്ട് നമ്മളെ മൈൻഡാക്കാതെ ഒറ്റ പോക്കാം, തന്നെ വന്നത്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ഇതേതാ നമ്മുടെ കൂടെ വന്നാണോ എന്ന് തന്നെ നമുക്ക് സംശയം വരും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊടാൻ ചന്ദനം ബാക്കിയില്ല, നെറ്റിയിൽ സ്ഥലമില്ല. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് കഞ്ഞി കുടിക്കാം. അപ്പോൾ കഞ്ഞി ഉണ്ടോയെന്ന് നോക്കട്ടെ. അച്ഛനെ കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ, അച്ഛനാണെങ്കിൽ ഇപ്പോൾ വിളിച്ച് വയ്ക്കുമ്പോഴത്തേനും അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കുക. അപ്പോൾ നമുക്ക് കഞ്ഞി സ്പോട്ട് ചെയ്ത് അച്ഛനെ പിടിക്കാം ഗൈസ്. ഇപ്പോൾ വിഷ്ണു തൊഴുതിട്ട് വരുന്നതേ ഉള്ളൂ. ചെരുപ്പിട്ടിട്ട് അതുവഴി പോവുകയാണെങ്കിൽ ഇറങ്ങാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി നേരെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതിന് ഒത്തിരി ആഴമുണ്ടെന്ന്, പക്ഷേ ഇല്ല കേട്ടോ. നമ്മുടെ മുട്ടപ്പം ആഴവേ ഇതിനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടുന്ന് മുങ്ങിയിട്ട് ഇവിടെയാണല്ലോ പിന്നെ പൊങ്ങുന്നേ. നമുക്കിനി കഞ്ഞി കുടിച്ചിട്ട് കാണാം. അപ്പോൾ അവിടുന്ന് വ്ലോഗ് എടുക്കുക. നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ഫുഡ് കൂടെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് പായസം ഞാൻ എടുത്തിട്ടുണ്ട്. കയ്യിൽ എന്തുകൊണ്ട് എടുത്തെന്ന് ചോദിച്ചാൽ ഇവിടെ ഇലയൊന്നും ഇല്ലായിരുന്നു, പിന്നെ അങ്ങനെ കവറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മളിത് കയ്യിലെടുത്തിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം. അപ്പോൾ ഇപ്പോൾ അച്ഛൻ വരും, എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ കുറേ നേരമായി ഈ പായസം പിടിച്ച് താലപ്പൊലി പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അച്ഛൻ ഇതുവരെ വന്നില്ല. ഇനി അവിടെ പോയപ്പോഴത്തേക്കും മറന്നുപോയെന്ന് തോന്നുന്നു ഇവിടെ ഞാൻ നിൽക്കുന്ന കാര്യം. അപ്പം അരമണിക്കൂറൊക്കെ നിൽക്കാം. ഗൈസ് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.